ഈ വീഡിയോഗ്രാഫറായ മുകേഷ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മുകേഷ് ശരണിയുമായി വിശദമായി സംസാരിക്കുന്നത് കേട്ടു. ജൂലൈ 21 മർദ്ദനമേൽക്കുന്നത്. ഇന്നിപ്പോൾ സെപ്റ്റംബർ 16. ഇന്നത്തെ ദിവസം നിയമസഭയിൽ ഈ കസ്റ്റഡി മർദ്ദനങ്ങളെക്കുറിച്ചും പോലീസുകാരുടെ ഇത്തരം സ്വഭാവങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായ ഒരു ചർച്ച അല്പസമയത്തിനകം നടക്കാൻ പോവുകയാണ്. മുകേഷിന്റെ അനുഭവം ഇപ്പോൾ ശരണ്യ വിശദമായി പറഞ്ഞു. ചെയ്ത ജോലിയുടെ പൈസയാണ് മുകേഷ് ചോദിച്ചത്. പക്ഷെ ആ ശബ്ദ സന്ദേശത്തിൽ 1 കൊല്ലം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഈ 1 കൊല്ലമായിട്ടും ഈ വീഡിയോ, ഇവരുടെ വിവാഹം നടന്നത് എപ്പോഴായിരുന്നു? എന്തായിരുന്നു ഇത്രയും താമസം വരാൻ കാരണം? ഇത് വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മള് വധുവിന്റെ വീട്ടുകാരുമായിട്ട് എമൗണ്ടിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് തരില്ല എന്ന് തീർത്തു പറയുകയുണ്ടായി. തരില്ല എന്ന് തീർത്തു പറയുന്നതിന് കാരണം അവർക്ക് നിസ്സാരമായിട്ട് ചില കാരണങ്ങളുണ്ടായിരുന്നു. ഇത് ഫോട്ടോഗ്രാഫി ഇത് വർഷങ്ങൾക്ക് ശേഷം നമ്മളിത് ഇവന്റ് മാനേജ്മെന്റ് ആയിട്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെന്റേഴ്സ്, സ്റ്റേജ്, അങ്ങനെയുള്ള ഡെക്കറേഷൻ സർവീസ് കൂടി അവർ എടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോ ആ സമയത്ത് അവർക്ക് ചില പോരായ്മകൾ പറയുകയും അവര് വലിയ എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് തരണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഞാനത് സമ്മതിച്ചില്ല ആദ്യം. അപ്പൊ എന്നാ ഞങ്ങൾക്ക് അല്പം കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള തരത്തിലേക്ക് ആയി. പിന്നെ 1.5 വർഷമായിട്ട് ഈ വധുവിന്റെ വീട്ടുകാരെന്നെ വിളിച്ചിട്ടില്ല. ഓക്കെ, അവരിത് വേണ്ട എന്ന് വെച്ച മാതിരിയായിരുന്നു അല്ലേ? ആ മാതിരിയാ. അപ്പൊ പിന്നെ വിളിക്കുന്നത് അനന്തകൃഷ്ണനാണ്. അതായത് ഗ്രൂപ്പ് സൈഡ് ചെയ്ത ആളാണ് വിളിക്കുന്നത്. ഈ അനന്തകൃഷ്ണൻ ഇങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ദിവസം വിളിക്കുകയായിരുന്നു, അതോ ഇതിനിടയിൽ ഇയാളുമായിട്ട് ആശയവിനിമയം ഉണ്ടായിരുന്നു? അതായത് വധുവിന്റെ ഗൃഹത്തിൽ വധുവിന്റെ ആൾക്കാരാണ് നമുക്ക് വർക്ക് ആദ്യം തരുന്നത്. അപ്പോ എന്റെ ആദ്യത്തെ എമൗണ്ട്, പാക്കേജ് എമൗണ്ട് വലിയൊരു തുകയായിരുന്നുകൊണ്ട് അവർ നമുക്ക് ഇങ്ങോട്ടൊരു സജഷൻ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വർക്ക് കൂടിയുണ്ട്, അപ്പൊ ഞങ്ങളുടെ ചെക്കനാണ്, അപ്പൊ അവർക്ക് നിങ്ങൾ സർവീസ് ചെയ്താൽ ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തന്നെ എന്നുള്ള രീതിയിലേക്ക് ആദ്യമൊക്കെ സംസാരം വന്നു, ബാർഗൈനിങ് നടന്നു. അതിനൊടുവിലാണ് നമ്മൾ വർക്ക് ഈ അനന്തകൃഷ്ണന്റെ ഏറ്റെടുക്കുന്നത്. അപ്പൊ ഇത് കമ്പൈൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഒരൊറ്റ ബില്ലാണ്, അതായത് ടോട്ടൽ 1,24,000 രൂപ ബില്ല് വരുന്നുണ്ട്. അപ്പോ അതിന്റെ പല തവണകളായിട്ട്, അത് കാലതാമസം എടുത്താണ് അവർ തന്നത്, പല തവണകളായിട്ട് അടച്ച് തീർക്കുന്നുണ്ട്. അപ്പൊ അവസാനം അനന്തകൃഷ്ണൻ പറയുന്നത് അവര് തന്നെ സ്പ്ലിറ്റ് എമൗണ്ട് ഉണ്ടാക്കി അവർ തന്നെ പറയാണ് 4,000 രൂപ മാത്രമാണ് ഇനി ഞാൻ നൽകാനുള്ളത്, അത് നന്നായി എനിക്ക് വീഡിയോ തരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് അനന്തകൃഷ്ണനാണ്. അപ്പൊ ഏകദേശം ആൽബം ഞാൻ ആദ്യം കൊടുത്തു, പിന്നെ വീഡിയോ കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വധുവിന്റെ സൈഡിൽ നിന്നുള്ള പേയ്മെന്റ് പിന്നെ കിട്ടില്ല. അത് ആ ഒരു പേടിയിലാണ് ഞാൻ പറഞ്ഞത്, വീഡിയോ തരണമെങ്കിൽ എനിക്ക് ആ കംപ്ലീറ്റ് എമൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് തരാൻ റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ അനന്തകൃഷ്ണനോട് ആദ്യം സംസാരിക്കുമ്പോൾ, ഇതിപ്പോ ഒറ്റ ഓഡിയോ ക്ലിപ്പാണല്ലോ നമ്മൾ കേൾക്കുന്നത്, ഈ ആദ്യം സംസാരിക്കുമ്പോൾ തൊട്ടേ ഇങ്ങനെ ഒരു ടോൺ ആണോ അതോ? ഇല്ല, അനന്തകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് അനന്തകൃഷ്ണന്റെ വർക്കുകൾ നമ്മൾ കറക്റ്റ് ടൈമിന് കൊടുക്കുന്നുണ്ട്. അനന്തകൃഷ്ണൻ പറയുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഒരു പ്രശ്നമല്ലേ മുകേഷ്? ഇപ്പൊ ഭാര്യയും ഭർത്താവും, അതിൽ ഭാര്യ വീട്ടുകാർക്ക് ഇത് വേണ്ട, ആകെ പ്രശ്നമാണ്. പക്ഷെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഇത് കുഴപ്പമില്ല, അല്ലെങ്കിൽ വരന്റെ വീട്ടുകാർക്ക് ഇത് കുഴപ്പമില്ല, അവരിതൊക്കെ വാങ്ങുന്നുണ്ട്. അവിടെ തന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ അല്ലെ? അവരുടെ സർവീസിൽ അവര് സാറ്റിസ്ഫൈഡ് ആണെന്നാണ് ആ വർക്ക് തീർന്ന ആ സമയങ്ങളിൽ അവർ നമ്മളോട് പറഞ്ഞത്. അവരുടെ വർക്ക് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. വധുവിന്റെ ഗൃഹത്തിൽ നിന്ന് മാത്രമാണ് അവർക്കൊരു ഇതില്ലാതെ ഉള്ളൂ, ഒരു തൃപ്തിയില്ലാതെ വന്നുള്ളൂ എന്നത്. അതിന്റെ പേരിൽ വലിയ എമൗണ്ടുകൾ കുറയ്ക്കാനാണ് അതൊരു ബോധപൂർവമായ ശ്രമമായിരുന്നു. അതാണ് എന്റെ ചോദ്യം. അതാണല്ലോ, അത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഇത്ര രൂപ കൂടി കുറക്കാം, കുറച്ച് കഴിഞ്ഞാൽ ഇത്ര രൂപ ഇടാവും മാക്സിമം. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ മുകേഷ്, അത് കാര്യമായ വീഴ്ചകളായിരുന്നു? അതായത് ഒരു കല്യാണത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരം പ്രശ്നങ്ങളായിരുന്നോ? തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിസ്സാരമായി വീഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോട്ടോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനും അതിന് കുറച്ച് ഫോട്ടോസ് ഒക്കെ ആദ്യം കൊടുക്കും വർക്ക് കഴിഞ്ഞ ഉടനെ. ആ സമയത്ത് ഓവർലാപ്പിംഗ് ആണ് ബ്രൈഡിന് ഉണ്ടായിരുന്നതാണ് അച്ഛൻ വാദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കംപ്ലീറ്റ് ഫോട്ടോസ് കണ്ടിട്ടില്ലല്ലോ, അപ്പോ എല്ലാ ഫോട്ടോസിലും അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമ്മളൊരു 1000 ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓവർലാപ്പിംഗ് ഉണ്ടാവും, കണ്ണടച്ച ഫോട്ടോസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഫോട്ടോകളുണ്ട്, നല്ല ഫോട്ടോകളും ഉണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ അവർക്ക് ആ ഫോട്ടോ ഇഷ്ടപ്പെട്ടിട്ട് ടിപ്പിക്കൽ ആ ഒരു ഫോട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോ അങ്ങനെയാണ് ഓവർലാപ്പിംഗ്, അതാണ് ഒരു കാരണം പറഞ്ഞത്. ഓവർലാപ്പിംഗ് അത് ചിരി കൂടിപ്പോയി എന്നുള്ള രീതിയിലാണ്. ഓവർലാപ്പിംഗ് ആണോ? ചിരി കൂടിപ്പോയി? ഓ, ഞാൻ ഓർത്ത് ആരോ കടന്നുപോയി. ഓവർലാപ്പിംഗ് ആണ്. കൂടുതൽ ചിരിച്ചു, അതൊക്കെയാണ് പ്രശ്നം അല്ലേ? വധു കൂടുതൽ ചിരിച്ചു. ശരി, ഓക്കെ. ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്, ഈ അനന്തകൃഷ്ണൻ ഈ ഭീഷണിപ്പെടുത്തിയതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഒരു വിളി വരുന്നത്. ഈ അനന്തകൃഷ്ണൻ ഈ സ്റ്റേഷനിൽ ആണോ ഉള്ളത്?
അല്ല, അനന്തകൃഷ്ണൻ വേറെ ട്രെയിനിങ് കഴിഞ്ഞ് വേറെ എവിടെയാണ് പോസ്റ്റിംഗ്. അപ്പൊ ഈ വൈക്കം സ്റ്റേഷന്റെ പരിധിയിൽപ്പെട്ട ഒരു പ്രദേശം ഒരുപാട് പോലീസുകാരുള്ള ഒരു ഏരിയ ആണ്. അപ്പോ അവിടെ ഒരുപാട് പോലീസുകാരുണ്ട് ജോലി. അപ്പോ ഈ അനന്തകൃഷ്ണൻ ആ ഒരു മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഇവര് ഈ കല്യാണം നടന്നത് ഈ സ്ഥലത്താണോ? അതുകൊണ്ടാണോ ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ? ഈ രണ്ട് ആളുകളുടെ വീടും വൈക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ശരി. അങ്ങനെ ഒരു ദിവസം പെട്ടെന്നാണോ ഈ എന്നാണ് മുകേഷിനെ വിളിക്കുന്നത്? ജൂലൈ 21 അങ്ങോട്ട് പോകുന്നത്. എന്നാ വിളിക്കുന്നത് 2 ദിവസം മുമ്പാണ് സ്റ്റേഷൻ. അപ്പൊ എനിക്ക് തിരക്കുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു സൺഡേ ആണ്. അപ്പൊ ഇപ്പൊ തിങ്കളാഴ്ച എത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത് സ്റ്റേഷനിൽ. ചെന്ന് കയറിയപ്പോ തന്നെ ഈ കാര്യങ്ങളൊക്കെ അവിടെ അറിയാം, ആ രീതിയിലാണോ മുകേഷിനോട് സംസാരിക്കുന്നത്? പെരുമാറ്റങ്ങളൊക്കെ അതേപോലെ. കാര്യം കൂടുതൽ അനന്തകൃഷ്ണൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ ASIയുടെ അടുത്ത്. അനന്തകൃഷ്ണൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അനന്തകൃഷ്ണൻ ഓൾറെഡി അതിന് മുമ്പ് ഒന്ന് പരാതി നൽകി പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ ചെന്നതിന് ശേഷമാണ് പിന്നെ അനന്തകൃഷ്ണൻ വരുന്നത്. ഈ പരാതി മുകേഷ് കണ്ടിരുന്നു? എന്ത് പരാതിയാണ് ഇയാൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ള ഈ പരാതി? പരാതിയൊന്നും എന്നെ കാണിച്ചില്ല, എന്നെ വായിച്ച് കേൾപ്പിച്ചിട്ടില്ല. പരാതി നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇദ്ദേഹത്തിന് വീഡിയോ കൊടുത്തില്ല എന്നുള്ള രീതിയിലായിരിക്കാം പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശദീകരണത്തിനാണ് എന്നെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചെല്ലുന്നു. ഞാൻ പറയുന്നത് എനിക്ക് പണം നൽകാനുണ്ട് അവര്. മുകേഷിന് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇപ്പൊ ആദ്യം കേട്ടാൽ ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി വീഡിയോ കൊടുത്തിട്ടില്ല, പൈസ തരാനുണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ കൊടുത്തിട്ടില്ല, ഇങ്ങനെ ഒന്ന് പറഞ്ഞു കേട്ടാൽ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് സംശയിച്ചേക്കാം. മുകേഷിന്റെ ഭാഗം വിശദീകരിക്കാൻ ഒരു അവസരം തന്നോ അവർ? അതാണ് ഈ ASI എന്ന് പറയുന്ന വ്യക്തി എന്നോട് പറയുന്നത് അദ്ദേഹം 4000 രൂപ തരാനുള്ളൂ എന്നാണ് പറയുന്നത്. നീ 4000 രൂപ നിനക്ക് തരും, നീ ഈ വീഡിയോ കൊടുക്കണം എന്നോട് ആവശ്യപ്പെടുകയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടൊന്നും ഇല്ല സാറേ, ഞാൻ കൊടുക്കാം. 4000 രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കൊടുക്കാം. പക്ഷേ എനിക്ക് ബ്രൈഡ് സൈഡിൽ നിന്ന് 28000 രൂപ ബാലൻസ് കിട്ടാനുണ്ട്. അതിന് ഞാനൊരു പരാതി തന്നാൽ താങ്കൾ സ്വീകരിക്കുമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നിന്റെ പരാതി ഞങ്ങൾ സ്വീകരിക്കില്ല. ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അതെ, നിന്റെ പരാതി ഞങ്ങൾ സ്വീകരിക്കില്ല. നീ അത് വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നീ അവരുടെ വീട്ടിൽ പോയി മേടിച്ചാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസുകാരനെ സംസാരിക്കുന്നത്. ശരി. അപ്പൊ ഞാൻ പറഞ്ഞു അത് സാർ അങ്ങനെ പറയും, അത് അങ്ങനെ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു തെറി പറഞ്ഞു. അപ്പോൾ തെറി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് ഒരു സൈഡിലേക്ക് ക്യാമറ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് തല ചായച്ചിട്ട് ഒരു തെറി പറഞ്ഞു. ഈ തെറി ഞാൻ പറഞ്ഞത് ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞതിന്റെ ഇതില് പുള്ളിക്ക് ഈഗോ ഹേർട്ടായോ. പുള്ളി പറഞ്ഞു ഞാൻ തെറി പറഞ്ഞിട്ടില്ല, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ CCTV പരിശോധിക്കും എന്ന് എന്നോട് പറയും. CCTV പരിശോധിക്കാൻ PROയുടെ റൂമിലാണ് CCTVയുടെ മോണിറ്റർ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് വിളിക്കണം. ഇല്ലെങ്കിൽ അപ്പൊ അവിടെ വെച്ച് പറയുന്നുണ്ട് CCTVയിൽ ഞാൻ തെറി പറയുന്ന ദൃശ്യങ്ങൾ ഇല്ലെങ്കിൽ നിന്നെ വിളിയിട്ട് ഇടിക്കും, നിന്റെ പേരിൽ കേസും കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അകത്തേക്ക് കൊണ്ടുപോയി PROയുടെ റൂമിൽ ചെന്ന ഉടനെ പിന്നെ തെറി പറയരുത് എന്ന്, അസഭ്യം പറയരുത് എന്ന് പറഞ്ഞതിന്റെ പ്രതികാരം എന്ന വണ്ണമാണ് പിന്നെ അവിടുന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് PROയുടെ റൂമിനകത്ത് കയറി കഴിഞ്ഞിട്ട്. കാര്യം പിന്നെ വിളിക്കുന്നത് അമ്മക്കും അച്ഛനും ഒക്കെയാണ് വിളിക്കുന്നത്. വന്നിരുന്നതും പോയവരുമായിട്ടുള്ള പോലീസുകാരാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്, കഴുത്തിന് കയറി പിടിക്കുകയും നെഞ്ചിലിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോ അത് കഴിഞ്ഞാണ് മർദ്ദനം ഉണ്ടാവുന്നത്. ആ റൂമിൽ CCTV ഇല്ലായിരുന്നു, അതായത് ഇല്ല CCTV നമുക്കത് പറയാൻ പറ്റില്ല. ഞാൻ ആ ഒരു സമയത്ത് പാനിക്കായി നിന്ന സമയത്ത് എനിക്ക് അത് CCTV ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അവിടെ CCTV ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പരാതിയിൽ അത് പറയുന്നുണ്ട്, നമുക്ക് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നടപടി എടുക്കണമെന്നൊക്കെ നമ്മൾ DYSP എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകേഷ് DYSPക്കാണോ പിന്നീട് പരാതി നൽകിയത്? അതെ. ആ പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇല്ല, നടപടികള് ഒരു 1.5 മാസം എന്തോ ശേഷം DYSP ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഈ പണം നൽകാനായിട്ട് അവരോട് സംസാരിക്കുകയാണ്. അതായത് എന്നെ മർദ്ദിച്ചതായിട്ട് ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം DYSP ഇടനില നിന്ന് DYSPയുടെ ഓഫീസിൽ വെച്ചിട്ട്, തൊട്ടടുത്ത് തന്നെയാണ്, അപ്പോ DYSPയുടെ ഓഫീസിൽ വെച്ചിട്ട് ഇവര് സംസാരിച്ച് മുകേഷിന് പൈസ കൊടുക്കണം. എന്നിട്ട് 28,000 4,000 കൂടി 32,000 രൂപ. അതെ, 32,000 രൂപ തന്നു. അപ്പം നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള ബാക്കിയുള്ള എല്ലാ സർവീസുകളും ഹാർഡ് കോപ്പികളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊടുത്തു. ആ പ്രശ്നം അവിടെ സോൾവ്ഡ് ആണ്.
പക്ഷേ മുകേഷിനെ മർദ്ദിച്ചു എന്ന പരാതി ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? നിലനിൽക്കുന്നുണ്ട്. അത് മർദ്ദിച്ച് നമുക്കിപ്പോ കസ്റ്റമേഴ്സുമായിട്ടുള്ള വിഷയത്തിന് ഉപരി നമുക്കുണ്ടായ മാനനഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. മനപ്രയാസം, പോലീസ് മർദ്ദനം, അതെ, നമുക്കൊരു വളരെ ബുദ്ധിമുട്ടായി പോയി. അതിന്റെ പേരിൽ നമുക്ക് അന്നേ ദിവസം ഒരു പ്രമുഖ മാധ്യമങ്ങളിൽ അന്ന് വാർത്തകളുണ്ടായി മർദ്ദനമേറ്റു എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇത് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ തൊഴിലിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവരെന്നോട് വാൺ ചെയ്യുന്നുണ്ട്, നിനക്ക് ഈ ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതല്ലേ, മര്യാദ ഭീഷണിയാണ്, ഈ ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതല്ലേ, പോലീസിനും മറ്റൊരു മുഖമുണ്ട്, നീ അത് താങ്ങത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. നിനക്ക് ഇത് ഈ തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്നുള്ള രീതിയിലാണ്. അന്ന് ആശുപത്രിയിൽ പോയപ്പോ, ഈ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പോയപ്പോ ഇങ്ങനെ ഒരു മർദ്ദനമേറ്റ സംഭവമാണെന്ന് മുകേഷ് ഡോക്ടർമാരോട് പറഞ്ഞിരുന്നില്ലേ? പിന്നെയില്ലേ, പറഞ്ഞിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ്. അത് ഞാൻ നടന്നു, നമുക്കൊരു 5 മിനിറ്റ് വാക്കേ ഉള്ളൂ ഈ ഹോസ്പിറ്റലിലേക്ക്. ശരി, ഇത് കഴിഞ്ഞ് ഈ ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തതിന് ശേഷം ഇപ്പോ ഈ 1.5 മാസം കഴിഞ്ഞിട്ടും ഈ അവിടെ വെച്ച് മർദ്ദിച്ചു എന്ന പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല, ഒരു അന്വേഷണവും നടന്നിട്ടില്ല. അതെ, മർദ്ദിച്ചു എന്ന് അതിന്മേലുള്ള പരാതിയിൽ യാതൊരു നടപടി, അതിന് തെളിവില്ലല്ലെന്നാണ് ഡിവൈഎസ്പി എന്നോട് സംസാരിച്ചത്. തെളിവ് ഇവര് FIR ഇട്ടിട്ടില്ല ഈ വിഷയത്തിൽ. കേസെടുത്ത് മുന്നോട്ട് അന്വേഷണങ്ങളുമായി പോയാലല്ലേ ഇവർക്ക് CCTV ദൃശ്യങ്ങൾ കിട്ടും. ശരി, ഒറ്റ ചോദ്യം, മുകേഷ് നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ? നീതി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ മുകേഷിനുണ്ടോ? നീതി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഇതൊരു മാതൃകാപരമായിട്ട് ഇവർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ്. സാധാരണക്കാര് ഒരു ആവശ്യത്തിന്, ഒരു പരാതിയുടെ വിശദീകരണത്തിനോ അതല്ല മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ സ്റ്റേഷനിൽ ചെന്നാൽ ഇതാണ് ഇവരുടെ ഈഗോ. ഇപ്പൊ വന്ന പരാതികളിലെല്ലാം പോലീസുകാർ അസഭ്യം പറഞ്ഞതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് മർദ്ദനം. ഇത് എല്ലാ വാർത്തകളിലും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ ഇവര് അസഭ്യം പറഞ്ഞത് കൊണ്ടല്ലേ അവിടെ ഒരു മർദ്ദനത്തിലേക്ക് ഇവര് നീങ്ങുന്നത്. കാര്യം ചോദ്യം ചെയ്യും, പൊതുജനങ്ങൾ ചോദ്യം ചെയ്യും. പഴയ ആൾക്കാരല്ല, എല്ലാവർക്കും വിദ്യാസമ്പന്നരായ ആളുകളാണ്, പൊതുപ്രവർത്തകരാണ്. അപ്പോ അവര് ചോദ്യം ചെയ്യും. കേട്ട് നിൽക്കുമ്പോൾ അവർക്ക് സഹിക്കില്ല. അപ്പൊ അവര് ചോദ്യം ചെയ്യും, എന്നെ എന്തിനാ തെറി പറയാം, ഞാനൊരു ക്രിമിനൽ അല്ല, എനിക്കൊരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരാളെ തെറി പറയുകയാണ്, വിശദീകരണം കേൾക്കാതെ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കില്ലേ? പ്രതികരിക്കുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യില്ലേ, താങ്കൾ എന്തിനാണ് തെറി പറയുന്നത്? അപ്പൊ ഇവർക്ക് ഈഗോ ഹേർട്ടായി ഇവര് പിടിച്ചു തല്ലു. ഇത് ഒരു പാവപ്പെട്ടവൻ, ഒരു സാധാരണക്കാരൻ, ഒരു ഹെൽപ്പിന് പോലും ഒരാളില്ലാത്ത ഒരാളാണെങ്കിൽ തല്ലും കൊണ്ട് വീട്ടിൽ പോയിരിക്കല്ലേ ഉള്ളൂ. അവൻ പോവോ പോലീസിനെതിരെ കേസ് കൊടുത്ത്, നീ എന്താ സ്ഥിതി എന്നൊക്കെയാണ് പലരും എന്നോട് പറഞ്ഞത്. ഇത്തരത്തിൽ പേടിപ്പിച്ചു കഴിഞ്ഞാൽ പുറകോട്ട് പോകുന്ന ആളുകൾ ഉണ്ടാവുമായി ഇല്ലേ? മുകേഷ്, എന്താണ് മുകേഷ് കരുതുന്നത്? ഇന്നിപ്പോ ഞാൻ പറഞ്ഞ പോലെ 1 മണിക്കൂറിനകം നിയമസഭയിൽ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിലൊക്കെ എടുക്കുന്ന നിലപാട്. അതെ, ഒറ്റപ്പെട്ടതല്ല. ഇപ്പൊ നമ്മള് ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഞാൻ വാർത്തയിൽ കണ്ടായിരുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, പഴയ കേസുകൾ കുത്തിപ്പൊക്കി കൊണ്ടുപോയി. പഴയ കേസല്ലല്ലോ, എന്റേത് പഴയ കേസല്ല. എന്റേത് കഴിഞ്ഞിട്ടൊരു 2 മാസത്തിന്റെ കാലയളവിൽ ഞാൻ അതിന്റെ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളല്ലേ. ഇത് എല്ലാ സ്റ്റേഷനുകളിലും നടക്കുന്നുണ്ടെന്നേ. ഇതാരും പുറത്തു പറയാഞ്ഞിട്ടാ. എല്ലാവർക്കും ഭയമാണ്. പോലീസിനെതിരെ സംസാരിച്ചാൽ എന്ത് ചെയ്യും, ഇവര് കൊടുക്കുവോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്പം നിയമം ബോധവും അല്ലെങ്കിൽ ഒരു അഡ്വൈസും കിട്ടുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ പുറകെ പോകും. ഇത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല മുകേഷ്? ഇല്ല, ഇവർക്ക് മാതൃകാപരമായ നടപടി സ്വീകരിച്ച് ഇവര് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഫോർമാലിറ്റി എന്ന് എന്തായാലും അത് അഡ്രസ് ചെയ്യണം. മുകേഷിന്റെ പരാതി അഡ്രസ് ചെയ്തേ മതിയാവൂ അല്ലേ? അതെ, തീർച്ചയായും അങ്ങനെ ഒരു നടപടി ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. മുകേഷ്, ഇപ്പോൾ ഡിവൈഎസ്പിയുടെ ലെവലിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് ആലോചിക്കുന്നത്? DGPക്ക് ഈ വിഷയത്തിൽ ഇനി നമുക്ക് ചീഫ് മിനിസ്റ്റർക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും കൊടുക്കാനായിട്ടാണ് പോകുന്നത്. പിന്നെ ഒരു പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ CCTV ഫുട്ടേജ് നമുക്ക് വേണം. അതായത് CCTV ഫുട്ടേജിന്റെ നിയമപരമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കിനത് അനിവാര്യമാണ്. അപ്പോ CCTV ദൃശ്യങ്ങൾ എടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യാനൊരു വിവരാവകാശ നിയമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വെച്ചിട്ട് നമുക്ക് എടുക്കാം. എന്തായാലും അങ്ങനെ മനപ്രയാസവും ആരോഗ്യ ശരീരത്തിനുള്ള പ്രയാസം മാത്രമല്ലല്ലോ, മനസ്സിനുള്ള പ്രയാസം, ജോലി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആത്മവിശ്വാസം കളയുന്ന തരത്തിലുള്ള നടപടി, ഇതിനെ എന്തായാലും ചോദ്യം ചെയ്യാൻ മുകേഷിന് ധൈര്യം കിട്ടട്ടെ. മുകേഷിന് മാത്രമല്ല, ഇതുപോലെ അനുഭവം നേരിടുന്ന, മുകേഷ് പറഞ്ഞതുപോലെ ഒരുപാട് പേരുണ്ടാവും, പലരും അത് പ്രതികരിക്കാൻ തയ്യാറാവില്ല. അങ്ങനെയുള്ളവർക്കും ഒരു ധൈര്യം കിട്ടട്ടെ. മുകേഷിനെ പോലുള്ളവർ മുന്നോട്ട് വരുന്നത്, അതിൽ നീതിക്കുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെയും പിന്തുണ ഉണ്ടാവും എന്ന് മാത്രം പറയുന്നു മുകേഷ്. വളരെ നന്ദി വിശദമായി സംസാരിച്ചതിന്.
ഈ വിഷയത്തിൽ 1 മണിക്കൂറിനകം നിയമസഭയിൽ പ്രത്യേക ചർച്ച തുടങ്ങാൻ പോവുകയാണ്. അവിടേക്ക് സർക്കാരിന് മുന്നിലേക്ക് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് മുകേഷിൻ്റെ ഏറ്റവും പുതിയ പരാതി കൂടി ഞങ്ങൾ വെക്കുകയാണ്. ഒരു ജോലി ചെയ്ത പൈസ കിട്ടണം എന്ന് നിർബന്ധം പിടിച്ച ഒരു യുവാവിന് എന്താണ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നത് എന്നതാണ് മുകേഷ് പറയുന്നത്.